കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 22ാമത്തെ ശ്ലോകമാണ് ചെയ്തത്. അതിൽ കുറേം കൂടി പറയാനുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത് പറഞ്ഞാൽ അത് സമയം അപ്പം ആ സാരം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ വെച്ചാൽ പിന്നെ മായയുടെ സത്വരജസ്തമോ ഗുണങ്ങൾ ഉപയോഗിച്ചാണ് ഭഗവാൻ ഈ ലോകത്തിനെ പരമാത്മ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ലോകത്തിനെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, സംഹരിച്ചു എന്ന് പറഞ്ഞുല്ലോ. ശരിക്ക് പരമാർത്ഥത്തിൽ ഭഗവാൻ ഈ 3 ഗുണങ്ങൾക്കും അതീതനാണ്. ഈ 3 ത്രിമൂർത്തികൾക്കും അതീതനാണ്. അതായത് രജോ ഗുണം കൊണ്ട് ബ്രഹ്മാവിനെയും സത്വഗുണം കൊണ്ട് വിഷ്ണുവിനെയും, അതായത് സൃഷ്ടിയും സ്ഥിതിയും, പിന്നെ തമോ ഗുണം എടുത്തിട്ട് രുദ്രനെ സൃഷ്ടിച്ചുല്ലോ. ശരിക്കുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാൻ, അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപി സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഈ 3 ത്രിമൂർത്തികൾക്കും ആധാരാണ്, 4ാമത്തെയാണ്. ത്രിമൂർത്തികളുടെ മീതെ അതിന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. അത് പിന്നെ 1-2 പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചു. ജ്ഞാനാനന്ദ സരസ്വതിയുടെ പുസ്തകത്തിൽ വായിച്ചു. പിന്നെ സിദ്ധിനാഥൻ സ്വാമിയുടെ ഒരു രാമായണത്തിനെ പറ്റിയിട്ടൊരിതുണ്ട്, അതിൽ വായിച്ചു. ഒക്കെ ഒന്ന് തന്നെയാണ് പറയണത്. അതിലൊരെന്താ പറയാനുള്ള വെച്ചാൽ ഈ മനുഷ്യൻ തന്നെ ഒരു ജീവാത്മാവന്നെ ജ്ഞാനിയാവുമ്പോൾ, അതായത് നല്ല സുഹൃതം ചെയ്ത ഒരു ജീവാത്മാവ് മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ജ്ഞാനിയായി തീരുമ്പോൾ, മനുഷ്യനായി ജനിച്ചിട്ട് ജ്ഞാനിയാവണ സമയത്ത് 4 രൂപത്തിൽ അത്രയും ജീവിതം ഉണ്ടാവുക മനുഷ്യനായി ജനിച്ചാൽ. എന്താ വെച്ചാൽ ആ 4 രൂപങ്ങൾക്ക് 4 പേരുണ്ടെന്ന്. നമുക്ക് 3 അവസ്ഥയെപ്പറ്റി അറിയാം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ആ ഒരു 3 അവസ്ഥ അറിയാം. അതിൻ്റെ മീതുള്ള അവസ്ഥയാണല്ലോ തുരീയാവസ്ഥ പറയും, 4ാമത്തെ. അതിലേക്ക് വരാം. എന്താ അറിയോ, ജാഗ്രത അവസ്ഥയിൽ നമുക്കെല്ലാം അറിയാം അല്ലേ. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരമൊക്കെ പ്രവർത്തിക്കും ജാഗ്രതയിൽ, ഉണർന്നിരിക്കുകയാണല്ലോ. പിന്നെയോ സ്വപ്നത്തിലാണെങ്കിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ശരീരം അടങ്ങി അല്ലേ. സുഷുപ്തിയിലാണെങ്കിലോ മനസ്സും അടങ്ങി, നമ്മുടെ അജ്ഞാനം കേട്ടോ, മനസ്സും അടങ്ങി. അങ്ങനെയുള്ള 3 നമുക്കറിയാം. ഇനി 4ാമതൊരവസ്ഥ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ 3 അവസ്ഥകളെയും വിട്ടാൽ, ഈ 3 അവസ്ഥ സുഷുപ്തിയിലും മീതെ പോവുകയാണെങ്കിൽ ഏതാണ്, വേറൊരു തരത്തിലാണ് ജീവൻ ഉള്ളത്. അതാണ് സമാധിയൊക്കെ ഈ തുരീയാവസ്ഥയിലാണ്, 4ാമത്തെ അവസ്ഥയാണ്. അപ്പോൾ ഈ ജീവൻ ഒന്നാണെച്ചാലും, ജീവാത്മാവ് ഒന്നാണെച്ചാലും ആ ജീവാത്മാവിന് സാധാരണ നമുക്കൊക്കെ 3 അവസ്ഥയുള്ളൂ: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. പക്ഷെ ജ്ഞാനിയായാൽ അവർക്ക് ഒരവസ്ഥയും കൂടി ഉണ്ട്, തുരീയാവസ്ഥ. അതാണ് ഇപ്പോൾ ഈ സമാധിയിലൊക്കെ തുരീയാവസ്ഥയിൽ പോവും. ഇതിൻ്റെ ആദ്യം ഉണരും, തപസ്സെന്ന് ഉണരുമല്ലോ പിന്നെ വലിയ മഹർഷിമാരൊക്കെ. പക്ഷെ അവർക്ക് തുരീയാവസ്ഥയിലും വർത്തിക്കാൻ പറ്റുന്നുണ്ട്, സുഷുപ്തിയിലും മീതെ, അതായത് അജ്ഞാനം നീങ്ങിയ അവസ്ഥയിൽ അവർക്ക് പറ്റി. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിലുള്ള ജീവാത്മാവിൻ്റെ പേര് വിശ്വൻ എന്നാണ്. സ്വപ്നാവസ്ഥയിലുള്ള ജീവാത്മാവിൻ്റെ പേര് തൈജസൻ എന്നാണ്. പിന്നെ സുഷുപ്തിയുള്ള അവസ്ഥയിലുള്ള ജീവൻ്റെ പേര് പ്രാജ്ഞൻ എന്നാണ്. അജ്ഞാനം അപ്പോഴും ഉണ്ട് കേട്ടോ. വെളിച്ചാകുമ്പോൾ നീക്കുമ്പോൾ നമ്മൾ പക്ഷെ ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല, ഒന്നും അറിയില്ല വെച്ചാൽ നമ്മുടെ ദേഹവും മനസ്സുമൊക്കെ അടങ്ങും, മനസ്സും കൂടി അടങ്ങും. അപ്പോൾ ആ അവസ്ഥയിലത്തെ ജീവനെ, അപ്പോഴുള്ള സുഷുപ്തിയിലത്തെ ജീവാത്മാവിനെ പ്രാജ്ഞൻ എന്ന് പറയും. ഇപ്പോൾ 3 നമുക്ക് ഓർമ്മിക്കാം കേട്ടോ. ജാഗ്രതയിലെ വിശ്വൻ, സ്വപ്നത്തിലെ തൈജസൻ, സുഷുപ്തിയിൽ പ്രാജ്ഞൻ. ഈ 4ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞില്ലേ, സമാധി പോലെയുള്ള തുരീയാവസ്ഥയിൽ ഉള്ളവനാണ് എന്താ പറയുക, തുരീയെന്നും പറയും.
അപ്പോൾ നമ്മളെപ്പോലെ സാധാരണ ജ്ഞാനം ഉദിക്കാത്തവർക്ക് തുരീയാവസ്ഥ ഇല്ല. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയുള്ളൂ സാധാരണ എല്ലാവർക്കും. പക്ഷേ നല്ല ജ്ഞാനിയായിട്ടുള്ള ആൾക്ക് തുരീയാവസ്ഥയുണ്ട്. ഇനി വേറൊരവസ്ഥ ഇല്ല, ഇനി അഞ്ചാമതൊരവസ്ഥ ആർക്കും ഇല്ല. അപ്പോൾ ഈ ജീവാത്മാവ് ഇങ്ങനെ 4 അവസ്ഥകളിലാണ് വർത്തിക്കാവുന്നത് മാക്സിമം. സാധാരണക്കാർ 3 ആചാര്യം. ഇനി ആ 4 ദശകളും കൂടി ഉള്ള ഒരാളെ അതായത് ആ 4 ദശയും കൂടി മനുഷ്യനായി ജനിക്കണത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ജനിക്കുമ്പോൾ തന്നെ 4 ദശകളോടും കൂടി ജനിക്കണത് ഭഗവാനാത്രേ. അതാണ് പറയണത്. ഈ 4 ദശകളോടും കൂടിയ ജീവൻ്റെ ഭാവത്തിനെയാണത്രേ ഭഗവാന്റെ പൂർണ്ണാവതാരം എന്ന് പറയുക. അതായത് 3 വെച്ച മനുഷ്യനാണത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചില ദശകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഉറക്കൊന്നുമില്ല, വെറുതെ ജാഗ്രതയായിട്ട് മാത്രം ഇരിക്കും. അങ്ങനെയുള്ള, അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നമുണ്ട്, സുഷുപ്തി ഇല്ല, അങ്ങനെയുള്ള പലതരത്തിലിപ്പോൾ ഒരു ദശയുള്ളൂ, അങ്ങനെയുള്ളതിനെയൊക്കെ അംശാവതാരമാണത്രേ. അപ്പോൾ ഈ രാമായണത്തിൻ്റെ പ്രകാരം ശരിക്കും പറയാച്ചാൽ ശ്രീകൃഷ്ണാവതാരവും ഞാനല്ലാണ്ടും കേട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കത് അറിയില്ല. പക്ഷെ ശ്രീകൃഷ്ണാവതാരം മാത്രമേ പൂർണ്ണാവതാരമുള്ളൂ എന്നാണ് പറയുക. പക്ഷേ രാമായണം എടുക്കുമ്പോൾ നമ്മൾ രാമനും പൂർണ്ണാവതാരമാണെന്ന് പറയും. അതിനൊരു കാരണമുണ്ട് കേട്ടോ. എന്താ അറിയോ, ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിൽ 4 ആയിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണൻ, ബലരാമൻ, പിന്നെ ശ്രീകൃഷ്ണൻ്റെ മകൻ പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ. അങ്ങനെ വ്യൂഹം ആയിട്ട് തന്നെയാണ് അല്ലേ 4 ആളും ഒരേ സമയത്ത് ജീവിച്ചിരിക്കേണ്ടത് അല്ലേ. ശ്രീകൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അപ്പോൾ 4 ആയിട്ട്, അതായത് 4 അവസ്ഥയിലും വർത്തിക്കുന്ന 4 പേരായിട്ടുണ്ട്. അതേപോലെയാണ് ശ്രീരാമൻ ഇപ്പം ഇവിടെ എന്നാണ് പറയണത്. എന്താ അറിയോ, ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ 4 സ്വരൂപമുണ്ട്. അതെന്താ കാരണം വെച്ചാൽ പൂർണ്ണാവതാരത്തിന് മാത്രമേ ഉള്ളൂ അങ്ങനെ. ഇപ്പം നരസിംഹമാണെങ്കിൽ നരസിംഹം വന്നു, എന്തിനാ വന്നുവെച്ചാൽ അവതാരോദ്ദേശം കഴിഞ്ഞു, അപ്രത്യക്ഷമായി. വരാഹം വന്നു അല്ലേ, നരസിംഹം വന്ന് ഹിരണ്യകശിപുവിനെ കൊന്നു, അപ്രത്യക്ഷമായി. വരാഹം വന്നു, ഹിരണ്യാക്ഷനെ കൊന്നു, അപ്രത്യക്ഷമായി. പിന്നെയുള്ള അവതാരങ്ങൾ മത്സ്യം വന്നു, ആ മത്സ്യം ചെയ്യാൻ വിചാരിച്ച ആ കാര്യം, അതായത് സത്യവ്രതനും അങ്ങനെ ഭൂമിയെ രക്ഷിച്ചു, അത് കഴിഞ്ഞ് ആ അവതാരം കഴിഞ്ഞു അല്ലേ. കൂർമ്മം, അത് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തിനെ താങ്ങി നിന്നു. പാലാഴി കടയിൽ കഴിഞ്ഞപ്പോൾ കൂർമ്മം അപ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതൊന്നും ഇങ്ങനെ 4 രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഭഗവാന്റെ രൂപം. ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും അവതാരത്തിൽ മാത്രമേ ഭഗവത് അംശമായിട്ട് 4 ആയിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഒരേ സമയത്ത്. അത് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ നമ്മളിപ്പോൾ പറയുന്നത്, നമുക്ക് ശ്രീരാമൻ്റെ എടുക്കുക. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ അല്ലേ, ഇങ്ങനെ 4. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണാവതാരം 4 രൂപങ്ങളിലാണത്രേ ഭൂമിയിൽ അവതരിക്കുക. പൂർണ്ണാവതാരം 4 രൂപങ്ങളായിട്ട്. അതേസമയം അംശാവതാരം ഒറ്റ രൂപത്തിലാണ് എന്നാണ് ഒരു ഇത്. പിന്നെ നമ്മൾ തന്നെ മനുഷ്യന്മാർ തന്നെ ജ്ഞാനിയായി തീരുമ്പോൾ ഈ ഈശ്വരനെ പോലെയാവും. എന്താ കാരണം, തുരീയാവസ്ഥ അവർക്ക് ഉണ്ടാവും. അതായത് നമ്മളും പിന്നെ എന്താണ്, അതായത് നമ്മളിപ്പോൾ നല്ല ജ്ഞാനിയാവണ സമയത്ത് നമ്മൾ പൂർണ്ണമാവും എന്നർത്ഥം. ഈ 4 അവസ്ഥയും ഈ ഒരാൾക്ക് തന്നെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഉണ്ട്. അപ്പോൾ നമുക്ക് ജ്ഞാനം ഉദിച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുരീയാവസ്ഥയിലും പോവും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഭഗവാനെ പോലെ ആവും, അത്രയേ ഉള്ളൂ അല്ലേ. അതായത് നമ്മളും സമ്പൂർണ്ണ ജ്ഞാനിയാവും, നമുക്കും ജ്ഞാനം ലഭിച്ചു, അതാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഭഗവാൻ ഇപ്പം ദശരഥൻ്റെ പുത്രനായിട്ട്, പിന്നെ കൗസല്യയുടെ മകനായിട്ട്, ഈ 3 ഭാര്യമാരുടെ മക്കളായിട്ട് 4 രൂപത്തിൽ ഭഗവാൻ തന്നെ അവതരിച്ചു അല്ലേ. വിശ്വനായി, വിശ്വൻ്റെ ജാഗ്രതൻ്റെ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ 4 ഭഗവാൻ തന്നെയായി ജനിച്ചു. ഇനി അപ്പം ഇതിൽ ആരാണ്, അത് നമുക്ക് ആദ്യം വരും. ഇനി ഇതിൽ വരും. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഈ 22 എന്താ ഇത് പറയാൻ കാരണം വെച്ചാൽ 22 പറയുന്നുണ്ട് എന്താ, ഈ ത്രിമൂർത്തികളുടെ മുഴുവൻ ആധാരം, അതായത് ഈ
നാലാമത്തെ അവസ്ഥയായിട്ടുള്ള തുരീയാവസ്ഥയെ ആണ് ഭഗവാൻ എപ്പോഴും വർത്തിക്കണത്. ആ പരമാത്മ ചൈതന്യം തുരീയാവസ്ഥയിലാണ്, ഈ മൂന്നവസ്ഥയിലല്ല. അതായത് എപ്പോഴും വർത്തിക്കണതില്ല. പക്ഷേ രജോ ഗുണം എടുത്തിട്ട് ബ്രഹ്മാവായിട്ടും, സത്വഗുണം എടുത്തിട്ട് വിഷ്ണുവായിട്ടും, തമോ ഗുണം എടുത്തിട്ട് രുദ്രനായിട്ടും വരുന്നുണ്ട്. പക്ഷേ ഈ ത്രിമൂർത്തികളുടെ മുഴുവൻ കാരണം അല്ലെങ്കിൽ ആധാരം ഈ തുരീയാവസ്ഥയിലുള്ള ഭഗവാനാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണൻ ഇങ്ങനെ പിന്നെന്താണ് 4 തരത്തിലുള്ള അതിൽ ശ്രീരാമനാണ് നമുക്കിവിടെ തുരീയാവസ്ഥയിൽ കേട്ടോ. പിന്നെ ശ്രീരാമൻ കർമ്മങ്ങൾ ചെയ്യണം ജാഗ്രതയിൽ, അങ്ങനെയാണ് അതിൽ പറയണം കേട്ടോ. അത് ഞാൻ അവിടേക്ക് പിന്നെ ആദ്യം വരാം. അപ്പം ഇത് 4 ഒന്ന് നമുക്ക് അറിയണം. കാരണം അല്ലെങ്കിൽ നമുക്കത് എന്തുകൊണ്ടാണ് ത്രിമൂർത്തികൾക്കും ആധാരമാണ് എന്ന് പറഞ്ഞതെന്ന് നമുക്ക് സംശയമാവുമല്ലോ. അപ്പോൾ ഇതിൽ ഈ 3 അവസ്ഥയ്ക്കും അതീതനായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ പൂർണ്ണാവതാരമാണെന്ന് പറയണത്. ശ്രീകൃഷ്ണനെ പോലെ 4 അവസ്ഥയിലും നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു മനുഷ്യജന്മം എടുത്തു. അതുകൊണ്ട് അപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് ആ തുരീയാവസ്ഥയിൽ എത്തണമെങ്കിൽ എപ്പോഴും 3 അവസ്ഥയുള്ളൂ. പിന്നെ ജ്ഞാനിയാവുമ്പോൾ തുരീയാവസ്ഥ സാധിക്കും. അതാണ്. അപ്പോൾ പിന്നെ അതെ, ഇനി അത് വരും നമുക്ക് ഇതിൽ, ഇനിയും അത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് 23 നമുക്ക് ചെയ്യാം ഇനി. അപ്പോൾ അത് എന്ന് പറയാനാണ് ആ 4 അവസ്ഥകളും ഉണ്ടെന്നും ശ്രീരാമൻ പൂർണ്ണാവതാരമാണെന്നും പറയാനുള്ള കാരണം ഈ 4 അവതരിച്ചുകൊണ്ടാണ്. ശ്രീകൃഷ്ണു അതെ, ആ 4 അവസ്ഥയുടെ ദേവതകളാണ്. അങ്ങനെയുള്ളതിനെ മാത്രമേ പൂർണ്ണാവതാരം എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഏകരൂപത്തിൽ വരണത് മുഴുവൻ അംശാവതാരങ്ങളാണ്. അപ്പോൾ ഈ 10 അവതാരങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ അവതാരങ്ങളിലും ഈ 2 ഉള്ളൂ പൂർണ്ണാവതാരം, ബാക്കിയൊക്കെ അംശാവതാരമാണ്. ഇനി 23 കരോഷീവന കർത്താത്വം ഗച്ഛസീവന ഗച്ഛസി ന ശൃണോഷി വാ പശ്യസീവന പശ്യസി. കരോഷി ഇവ എന്ന് വെച്ചാൽ എന്താ അറിയോ, ചെയ്യണത് പോലെ ചെയ്യുന്നവനെ പോലെ ഇരിക്കുന്നു ത്വം അങ്ങ്, എന്നാ കർത്ത എന്നാ ചെയ്യണില്ല. അങ്ങൊക്കെ ചെയ്യുന്നുണ്ട് തോന്നും, പക്ഷേ അങ്ങല്ല ചെയ്യണ, എല്ലാം പ്രകൃതി സീതയാണ്. അതായത് മൂലപ്രകൃതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, പക്ഷെ അങ്ങാണ് ചെയ്യണ തോന്നും. അതാണ് കരോഷി ഇവ, ചെയ്യുന്നവനാണെന്ന് തോന്നും, പക്ഷേ എന്നാ കർത്താവല്ല. പിന്നെയോ ഗച്ഛസീവ, ഗമിക്കുന്നവനെ പോലെ തോന്നും, പക്ഷേ ത്വം അങ്ങ് ന ഗച്ഛസി, എവിടെയും പോണില്ല. ശൃണോഷി ഇവ, അങ്ങ് ശ്രവിക്കുന്നുണ്ട്, ലിസണിങ്, അതായത് ശ്രവണം ചെയ്യുന്നുണ്ടെന്ന് തോന്നും. ത്വം ന ശൃണോഷി, എന്നാൽ അങ്ങ് ശ്രവിക്കുന്നില്ല. പശ്യസി ഇവ, കാണുന്നുണ്ടെന്ന് തോന്നും, കാണുന്നവനെ പോലെ തോന്നും. ന പശ്യസി, അങ്ങ് കാണുന്നില്ല. അതായത് എന്താ വെച്ചാൽ നിർവികാരനാണ്. ആ ശരിക്കുള്ള പരമാത്മാവ് നിർവികാരനാണ്. മറ്റുള്ളവർ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് പിന്നെ അദ്ദേഹം ശ്രീരാമൻ അത് മുമ്പേ പറഞ്ഞുവല്ലോ, ആദ്യം പാർവതിയോട് പറഞ്ഞുവല്ലോ, ആ ശ്രീരാമൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് തോന്നണതും കേൾക്കണുണ്ട് തോന്നണതും നടക്കണുണ്ട് തോന്നണതും കാണുന്നുണ്ട് തോന്നണതും ഒക്കെ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. വാസ്തവത്തിൽ അങ്ങ് ചെയ്യുന്നവനോ സഞ്ചരിക്കുന്നവനോ കേൾക്കുന്നവനോ കാണുന്നവനോ ഒന്നും അല്ല. ഇനി ഇതിൽ കൂടുതൽ വരിക, അപ്പം നമുക്ക് നോക്കാം. അതായത് അതെ, അജ്ഞാനം കൊണ്ടാണ് നമുക്ക് അത് തോന്നുന്നത്. അതായത് മായ കാരണമാണ് നമുക്ക് അങ്ങനെ ഭഗവാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്ന് തോന്നണത്. ശരിക്കെല്ലാം മൂലപ്രകൃതി കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇനി അപ്രാണോ ഹ്യമനാശുദ്ധ ഇത്യാദി ശ്രുതിരബ്രവീദ് സമ സർവേഷു ഭൂതേഷു തിഷ്ഠന്നപി ന ലക്ഷ്യസേ. അപ്രാണഃ, അതായത് പ്രാണൻ എന്നുള്ള ആ ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ, ഉപാധി ഇല്ലാത്തവനും
അമനാഹ, അതായത് പ്രാണൻ പോയാൽ നമ്മൾ പോയില്ലേ, പ്രാണൻ പോയാൽ പോയിന്ന് നമുക്ക് ആ ലിമിറ്റേഷൻ ഉണ്ട്. പ്രാണൻ പോയാൽ ശരീരം വീഴും. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒരു ഉപാധി ഇല്ല. പിന്നെയോ അമനാഹ, മനസ്സാകുന്ന ഉപാധി ഇല്ല, ലിമിറ്റേഷൻ ഇല്ല. പിന്നെയോ ശുദ്ധ, ശുദ്ധനാണ്. അത് പ്രാണനോ മനസ്സോ എന്ന ഉപാധികളൊന്നുമില്ല, ലിമിറ്റേഷൻസ് ഒന്നുമില്ല, ശുദ്ധനാണ്. ഇത്യാദി ശ്രുതി എന്നിങ്ങനെ വേദം അബ്രവീത് പറഞ്ഞിരിക്കുന്നു. വേദം തന്നെ പറഞ്ഞിരിക്കണു. എന്താ പറഞ്ഞിരിക്കണേ? പ്രാണനും മനസ്സിനും ഒക്കെ അതീതാണെന്ന്. അതിനൊക്കെ അതീതാണ്, അതൊന്നും ലിമിറ്റ് ചെയ്യുന്നില്ല. പിന്നെയോ സർവേഷു ഭൂതേഷു, സകല ഭൂതങ്ങളിലും സമതിഷ്ഠൻ അഭി, സമനായിട്ട് സ്ഥിതി ചെയ്യുന്നു. എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ അന്തര്യാമിയായിട്ട് വാഴണു. എന്ന ലക്ഷ്യസേ, അടങ്ങുന്നു, കാണപ്പെടുന്നവനല്ല, എന്നാൽ കാണൂല്ല. അതാണേ. അതായത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. പ്രാണനും മനസ്സിനും അതീതനാണ്, ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ അതീതനാണ്. പറഞ്ഞുവല്ലോ നമ്മൾ ഇന്നലെ, വാക്കുകൾക്കും ഒക്കെ അതീതനാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാലോ എല്ലാ ദിക്കിലും ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. എന്നാൽ കാണാൻ പറ്റുമോ? ഇല്ലേനും. ആ നിർവികാരത എന്താ വെച്ചാൽ പ്രാണൻ, മനസ്സ് എന്നിങ്ങനെയുള്ള ഒരു ഉപാധികളും അങ്ങക്കില്ല. നിർമ്മലനാണ്, ശുദ്ധനാണ്, നിർവികാരനാണ്. അതിന് വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർവഭൂതങ്ങളിലും ഒരുപോലെ സർവാന്തര്യാമിയായിട്ട് വിളങ്ങുന്ന അങ്ങുന്നേ ആർക്കും കാണാനും സാധിക്കില്ല. അതാണ് കൗസല്യ പറയണത്. അതായത് ഒരു തരത്തിലും ആർക്കും കാണാൻ സാധിക്കില്ല. എല്ലാ ഭാഗത്തും നിറഞ്ഞിരിക്കുന്നു. അതായത് എല്ലാ ഭാഗത്തും നിറഞ്ഞവനാണെങ്കിലും കാണാൻ സാധിക്കാത്ത എന്തൊരു അത്ഭുതമല്ലേ. ഇപ്പോൾ നമ്മൾ പാലിൽ വെണ്ണ അങ്ങനെ പറയുമല്ലോ അല്ലേ. പാലിൽ വെണ്ണ ഉണ്ട്, ഉറപ്പുണ്ട് നമുക്ക്. പാല് തൈരാക്കി കടഞ്ഞാൽ വെണ്ണ കിട്ടും. അപ്പോൾ പാലിൽ വെണ്ണ ഉണ്ടെന്ന് നമുക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഭഗവാനെ അങ്ങനെ എപ്പോഴും പറയും, പാലിൽ വെണ്ണ പോലെയാണെന്ന് പറയും എപ്പോഴും ഒരു ഉപമ. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തതാണ് ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ടേനും. അപ്പം നമ്മൾ മനസ്സിനെ കടഞ്ഞ് ഈ വെണ്ണ എടുക്കണ പോലെ വേണേ. അപ്പോൾ ഈ പിന്നെ വേറൊരു ഉദാഹരണമുണ്ട്. എന്താ അറിയോ? ഇപ്പോൾ ഒരു വിളക്ക് ഒരു റൂമിൽ വെച്ചു വെച്ചാൽ നമുക്ക് ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും ഇല്ലേ. എന്നാൽ ഈ ഇപ്പോൾ ഒരു കട്ടിൽ, ഒരു മേശ ഇരിക്കുന്നുണ്ട്. ഇരുട്ടാകുമ്പോൾ നമുക്ക് എവിടെ മേശാമെന്ന് അറിയില്ല. ഒരു വിളക്ക് കൊണ്ടുവന്ന് ആ മേശ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മേശയ്ക്ക് ഈ ദീപത്തിനെ കാണാൻ പറ്റില്ല. അതുപോലെയാണ് ഭഗവാന് നമ്മളെ കാണാം, പക്ഷെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്, അതുകൊണ്ടാണ് കാണാത്തതേ. അനുഭവിക്കാനേ പറ്റുള്ളൂ, അനുഭവമാവാനേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും കാണാനോ കേൾക്കാനോ ഒന്നിനും പറ്റില്ല, അനുഭവമാകാനേ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് സ്നേഹമൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് കാണാൻ പറ്റുമോ സ്നേഹം? പറ്റില്ലല്ലോ അല്ലേ. അനുഭവമാവാനല്ലേ പറ്റും. അതുപോലെ തന്നെ ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട്. അതുപോലെ എന്നല്ല, പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിക്കിലും ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് 24 പറഞ്ഞത്. 24 വായിച്ച് 25 ചെയ്യാം. അപ്രാണോ ഹ്യമനാ ശുദ്ധ ഇത്യാദി ശ്രുതിരബ്രവീത് സമസർവേഷു ഭൂതേഷു തിഷ്ഠന്നപി ന ലക്ഷ്യസേ. 25 അജ്ഞാനധ്വാന്തചിത്താനാം വ്യക്ത ഏവ സുമേധസാം ജഠരേ തവ ദൃശ്യന്തേ ബ്രഹ്മാണ്ഡാഃ പരമാണവ. അജ്ഞാനധ്വാന്തചിത്താനാം, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ട് നമ്മുടെ മനസ്സിൽ അജ്ഞാനമാകുന്ന ഇരുട്ട് ഓടുകൂടിയവരാൽ ന ലക്ഷ്യസെ, അതായത് അജ്ഞാനികൾക്ക് കാണാൻ പറ്റില്ല ഭഗവാനെ. സുമേധസാം, നല്ല ബുദ്ധിയുള്ളവർക്ക്, നല്ല മേധസ പറഞ്ഞ ബുദ്ധിയല്ലേ, സുമേധസാം നല്ല ബുദ്ധിയുള്ളവർക്ക് വ്യക്ത ഏവ സുസ്പഷ്ടൻ, അതായത് ജ്ഞാനുദിച്ചവർക്ക് നന്നായിട്ട് കാണാം, അജ്ഞാനികൾക്ക് കാണാൻ പറ്റില്ല. തവ ജഠരേ, അങ്ങയുടെ വയറ്റിൽ ബ്രഹ്മാണ്ഡാഹ പരമാണവ, ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ ചെറിയൊരു എല്ലാ ബ്രഹ്മാണ്ഡങ്ങളും ഒരു പരമാണുക്കളെ പോലെ ദർശിക്കപ്പെടുന്നു.
അതായത് എന്താ അറിയോ, നമ്മുടെ മനസ്സ് ഈ ഷഡ്വൈരികളാൽ ഇരുട്ടുകൊണ്ട് മൂടിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് ഈ ഷഡ്വൈരികൾ, ഏതാ, കാമക്രോധ ലോഭ മദമോഹ മാത്സര്യാദി വൈരികളാൽ നമ്മുടെ മനസ്സ് ആക്രമിക്കപ്പെട്ടിട്ടേ അത് ഇരുട്ടാണ്. അപ്പം അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. പക്ഷേ നല്ല ജ്ഞാനം ഉദിച്ച് സൂക്ഷ്മ ബുദ്ധിയുള്ള ഒരാൾക്കാവട്ടെ നല്ലോണം നമ്മൾ ഭക്തി കൊണ്ടും ഒക്കെ അങ്ങേയറ്റം സാധനകൾ ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് ഭക്തി കൊണ്ടും ശുദ്ധീകരിച്ച് അങ്ങനെയുള്ള ഒരാൾക്ക്, നല്ല സദ്ബുദ്ധിയായിട്ടുള്ള ഒരാൾക്ക് ഭഗവാനെ നേരിട്ട് കാണാനും അനുഭവമാവാനും പറ്റും. അതായത് അങ്ങയുടെ ജഠരത്തിൻ്റെ ഉള്ളിലാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ. ഒരു ബ്രഹ്മാണ്ടമല്ല, യൂണിവേഴ്സസ് എന്ന് പറയാം. എല്ലാ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ അങ്ങയുടെ വയറ്റിൻ്റെ ജഠരം, വയറ്റിൻ്റെ ഉള്ളിലാണ് കിടക്കണത് എല്ലാം. അതായത് അങ്ങയിൽ ഈ ലോകം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഉള്ളിലാണ് ഈ ലോകം മുഴുവൻ. അങ്ങ് ഈ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണം. രണ്ടുമാണ്. അങ്ങ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, അതാണല്ലോ വിരാട് പുരുഷൻ. പിന്നെയോ ഈ ലോകം അങ്ങയിൽ നിൽക്കുന്നു, അങ്ങനെയും പറയാം. അങ്ങ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നും പറയാം, ലോകം അങ്ങയിൽ നിൽക്കുന്നു എന്നും പറയാം. അങ്ങനെ അത്ര ഇതാണ് സൂക്ഷ്മം. അതായത് സൂക്ഷ്മദർശന, അതായത് ജ്ഞാനികൾക്ക് അങ്ങേ അറിയാൻ ഒരു വിഷമമില്ല. പക്ഷെ അജ്ഞാനികൾക്ക് അറിയൂല്ല. ജ്ഞാനികൾക്ക് ആ സച്ചിദാനന്ദ സ്വരൂപം അനുഭവമാവും എന്ന് പറയാണ്. ഇനി അപ്പം 25 കഴിഞ്ഞ് 26 കൂടി ചെയ്യാം. അജ്ഞാനധ്വാന്ത ചിത്താനാം വ്യക്ത ഏവ സുമേധസാം ജഠരേ തവ ദൃശ്യന്തേ ബ്രഹ്മാണ്ടാഹ പരമാണവ. ഇവരെണ്ണം കൂടി ചേർന്ന് നിർത്താം. ഏതാ 26. ത്വം മമോ, അതാണ് അത്ഭുതം. ബ്രഹ്മാണ്ടം മുഴുവൻ ഉള്ളിൽ ഒതുക്കണ ആളാണ് ആരെ? ഭഗവാൻ. എന്നിട്ടോ ത്വം മമോദര സംഭൂത ഇതി ലോകാൻ വിഡംബസേ ഭക്തേഷു പാരവശ്യം തേ ദൃഷ്ടം മേദ്യ രഘൂത്തമ. എന്താ പറയണ? ത്വം, അങ്ങനെ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉള്ളിലൊതുക്കുന്ന ത്വം അങ്ങ് മമ ഉദര സംഭൂത ഇതി, എൻ്റെ ഉദരത്തിൽ നിന്ന് വന്ന് ജനിച്ചു. ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ സ്വന്തം ജഠരത്തിൽ വയറ്റിൽ ഒതുക്കുന്ന അങ്ങ് എൻ്റെ ഈ ചെറിയ വയറ്റിൽ വന്ന് ജനിച്ചു. ലോകാൻ, ജനങ്ങളെ വിഡംബസെ അനുകരിക്കുന്നു. എങ്ങനെ? ഒരു മനുഷ്യനെ അനുകരിച്ചും കൊണ്ട്. ഹേ രഘൂത്തമ, ഭഗവാനെ, ഭക്തേഷു, ഭക്തന്മാരിൽ തേ പാരവശ്യം, അങ്ങയുടെ ആ ഒരു വാത്സല്യവും ഭക്തന്മാരോടുള്ള ആ ഒരു സ്നേഹം അദ്യമേ ദൃഷ്ടം, ഇപ്പോൾ എനിക്ക് നല്ലോണം ഞാൻ കണ്ടു. അതാണ്. എന്താ വെച്ചാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ അവനവൻ്റെ വയറ്റിൽ വെച്ചും കൊണ്ടിരിക്കണ അങ്ങ് എൻ്റെ ഈ വയറ്റിൽ, ഈ സാധാരണ ഒരു സ്ത്രീ ആയിട്ടുള്ള എൻ്റെ ഈ വയറ്റിൽ വന്ന് അങ്ങ് ജനിച്ചു. അതിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ അറിയോ? അങ്ങയുടെ ഭക്തന്മാരോടുള്ള ആ ഒരു വാത്സല്യം ഉണ്ടല്ലോ, അതിപ്പോൾ നേരിട്ട് ഞാൻ കണ്ടറിഞ്ഞ് മനസ്സിലായി എന്ന് പറയുകയാണ്. ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉള്ളിലൊതുക്കുന്ന ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉള്ളിൽ ഒതുക്കുന്ന ആളാണ് അങ്ങയുടെ ജഠരത്തിൽ അങ്ങ് ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഒതുക്കിയിരിക്കുന്നു. അങ്ങനത്തെ അങ്ങ് എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ വന്ന് ഒരു മനുഷ്യനെ അനുകരിച്ചുകൊണ്ട് ജന്മമെടുത്തിരിക്കുന്നു. ഇതിന്ന് എനിക്ക് ഒരു കാര്യമാണ്, അങ്ങയുടെ ഭക്തവാത്സല്യം എനിക്ക് ശരിക്കും ബോധ്യായി എന്നാണ് എന്താ പറഞ്ഞത്, പിന്നെ കൗസല്യ പിന്നെ പറയണത്. അപ്പം നമുക്ക് 26 വായിച്ചിട്ട് പിന്നെ എന്താണ് നമുക്കിവിടെ നിർത്താം. എന്നിട്ട് ഇനി അടുത്തതിൽ ഞാൻ മറ്റത് പറയാം. എന്താ അറിയോ? ആരാണ് ഇപ്പോൾ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 4 അവസ്ഥയിൽ ഏതിനൊക്കെയാണ് അത് പിന്നെ പ്രതിനിധീകരിക്കണം അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയാൻ നോക്കാം അടുത്തതിൽ കേട്ടോ. അപ്പോൾ 26 വായിച്ച് നിർത്താം. ത്വം മമോദര സംഭൂത, എൻ്റെ ഉദരത്തിൽ ജനിച്ചു എന്ന്. ഇതി ലോകാൻ വിഡംബസേ, ഈ ലോകത്തിനെ മുഴുവൻ പിന്നെ എന്താണ് ലോകാൻ വിഡംബസ, ലോകത്തിലെ ഈ മനുഷ്യന്മാരെ അനുകരിച്ചും കൊണ്ട് എൻ്റെ ഉദരത്തിൽ ജനിച്ചു. ഭക്തേഷു പാരവശ്യം ദേ
ദൃഷ്ടം മേദ്യ രഘൂത്തമ. ഭക്തന്മാരോടുള്ള വാത്സല്യം, പാരവശ്യം എനിക്കിതെന്ന് മനസ്സിലായി ഭഗവാനെ എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.